അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മെ കുറിച്ചിട്ട് അറിയണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ടാകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ എന്ത് തന്നെ ചെയ്യുമ്പോഴും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും, അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നാലും നമ്മുടെയൊക്കെ മനസ്സിനകത്ത് നമ്മൾ ചിന്തിക്കുന്നത്, പടച്ചവനെ എന്റെ ജീവിതത്തിൽ നിന്റെ പരിശുദ്ധമായ സ്വർഗം എനിക്ക് വേണം, നിന്റെ പവിത്രതകൾ എനിക്ക് വേണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്, എല്ലാവരും മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാലാഖമാർ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിനകത്ത് അള്ളാഹുവിന്റെ പവിത്രമായ മാലാഖമാർ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക്, നമ്മുടെ മനസ്സിനകത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ വല്ലാതെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനടി കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ചെയ്യുന്നവനാണ്. ആ വ്യക്തിയോട് വേണ്ട രൂപത്തിൽ നമ്മൾ നന്മ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് നമ്മോട് പലതും ചെയ്യാൻ വേണ്ടി ആ വ്യക്തിക്ക് വല്ലാത്തൊരു മടിയുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നമ്മോട് പ്രയാസമുണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി എല്ലാം തരുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് സംവിധാനിച്ചു വെച്ച് തരുന്നവനാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, നമുക്ക് അല്ലാഹു തആല ബോധം നൽകട്ടെ. അതേപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുമായിട്ട് വല്ലാത്ത അമേയമായ ഒരു പരിചയം, ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ നമ്മുടെ കാര്യം പെട്ടെന്ന് നടക്കും. അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ തൊട്ട നാട്ടിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോവാണ്, നമ്മൾ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോവുകയാണ്, അല്ലെങ്കിൽ വില്ലേജ് പോവാണ്, വില്ലേജ് ഓഫീസറുമായിട്ട് എല്ലാത്തൊരു കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അദ്ദേഹം പെട്ടെന്ന് ശരിയാക്കി തരും. എന്നപോലെ തന്നെയാണ് അല്ലാഹുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ടാകണം. അല്ലാഹുവിന്റെ പവിത്രമായ പടച്ചുറപ്പിന്റെ വാനലോകത്തുള്ള മലക്കുകൾ നമ്മെ കുറിച്ചിട്ട് അറിയണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, പടച്ചവനെ നമ്മുടെ മനസ്സിനകത്ത് അങ്ങനത്തെ വല്ലാത്തൊരു ആഗ്രഹമുണ്ടെങ്കിലോ, എന്റെ ഉമ്മ, അതിനുള്ള കാര്യമാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചർച്ച നടത്തുന്നത്. അതാവിടെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കലതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് ഇങ്ങനെ വല്ലാത്ത സംസാരത്തിലാണ്. അല്ലാഹുവേ പടച്ചവനെ, അവിടെ നിന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ അവിടെ നിന്ന് മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ, എന്തോ ഒരു തിരക്കിലാണെന്ന് മനസ്സിലാക്കി അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയിലേക്ക് നോക്കാതെ പടച്ചുറപ്പെ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പടച്ചുറപ്പെ മുന്നോട്ട് കടന്നു പോകുന്ന അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അതാവിടുന്ന് അബൂദറിൽ ഗിഫാരി തങ്ങളെ നോക്കിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അബൂദറല്ലേ ആ പോകുന്നത് നബിയേ, അബൂദറല്ലേ കടന്നു പോകുന്നത്. അബൂദറങ്ങാനും അവിടുന്ന് സലാം പറഞ്ഞിരുന്നെങ്കിലോ, അബൂദറങ്ങാനും അവിടുന്ന് അങ്ങയോട് സലാം പറഞ്ഞിരുന്നെങ്കിലോ ഞാൻ സലാം അടക്കുമായിരുന്നു നബിയേ. വാനലോകത്തുള്ള മലക്കുകൾ മുഴുവനും അവിടുന്ന് സലാം അടക്കുമായിരുന്നു. പടച്ചുറബ്ബേ, ഇതങ്ങ് പറയേണ്ട താമസമതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, യാ ജിബ്രീൽ, എന്റെ അബൂദറിനെ നിങ്ങൾ അറിയുമോ, എന്റെ അബൂദറിനെ നിങ്ങൾ അറിയുമോ ജിബ്രീൽ? ഇതങ്ങ് പറയുമ്പോ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് മാത്രമല്ല നബിയെ അബൂദറിനെ അറിയുന്നത്, എനിക്ക് മാത്രമല്ല നബിയെ അബൂദറിനെ അറിയുന്നത്, ആർക്കൊക്കെ അറിയുമെന്നറിയോ? അല്ലാഹുവിന്റെ വാനലോകത്തുള്ള എല്ലാ മലക്കുകളുണ്ടല്ലോ, കോടിക്കണക്കിന് മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ മുഴുവനും അബൂദറിനെ കുറിച്ച് മദ്ഹ് പറയാറുണ്ട് നബിയെ, മദ്ഹ് പറയാറുണ്ട് നബിയെ, അവിടുന്ന് അനുഗ്രഹമെന്ന് പറയാറുണ്ട് നബിയെ. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല അറിയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ വെച്ചിട്ട്, ഈ ദുനിയാവിന്റെ തുരുക്കമുകളിലൂടെ കടന്നു പോകുമ്പോ പഠിച്ചവനെ പാവപ്പെട്ടവനായ സ്വഹാബിയാണ്, ആർക്കും കൂടുതൽ അറിയാത്ത സ്വഹാബിയാണ്, ഒരുപാട് പഠിച്ച റബ്ബേ സമ്പന്നനല്ലാത്ത സ്വഹാബിയാണ്, പടച്ചവനെ പാവപ്പെട്ട സ്വഹാബിയാണ്, പടച്ച റബ്ബിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്ന, റസൂലിനെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന സ്വഹാബിയാ. എന്റെ അബൂദറിനെ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതാ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അബൂദറിനെ എങ്ങനെയാണ് അറിയുന്നതെന്നറിയോ? അബൂദറിനെ എങ്ങനെയാണ് അറിയുന്നതെന്നറിയോ? അബൂദറിന് രണ്ട് ക്വാളിറ്റി ഉണ്ട് നബിയേ, അബൂദറിന് രണ്ട് ക്വാളിറ്റി ഉണ്ട്. എന്നിട്ടതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അബൂദറിന്റെ മനസ്സിലുള്ള ഒന്നാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയോ? ഈ ദുനിയാവിന്റെ തുടിക്കമുകളിലൂടെ അബൂദർ കടന്നു പോകുമ്പോ ഒരുപാട് ഇൽമുണ്ട്, ഒരുപാട് പടച്ച റബ്ബേ അറിവുണ്ട്, അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ട്, അവന്റെ പ്രവാചകനോട് വല്ലാത്ത മഹബ്ബത്തുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മനസ്സിനകത്ത് ചിന്തിക്കുന്ന കാര്യം എന്തെന്നറിയോ? പടച്ചവനെ, ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ ഞാൻ ആരുമല്ല അല്ലാഹ്, എനിക്കൊരു കഴിവുമില്ല അല്ലാഹ്, ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ ആനന്ദങ്ങളുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ പറുദീസകളുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുമ്പില് അബൂദറിന് ദുനിയാവിന്റെ സൗന്ദര്യം വേണ്ട, അബൂദറിന് ദുനിയാവിനെ വേണ്ട, പടച്ചവനെ സമ്പത്ത് വേണ്ട, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലുള്ള ഒരു ആഡംബരവും അബൂദർ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനേറെ എന്റെ പ്രിയമുള്ളവരെ, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയോ? പടച്ചവനെ, ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കയ്യിലെങ്ങാനും പടച്ച റബ്ബേ പൈസ കണ്ടാൽ, അവിടുന്ന് പണം കണ്ടു കഴിഞ്ഞാൽ അതാ അവിടുന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവരുടെ വീടിനകത്ത് കടന്നു ചെന്നിട്ട് അവരോട് പറയുന്നു, മോനെ, എന്തിനാണടാ നിനക്ക് പണം വേണ്ടത്? എന്തിനാണ് മോനെ നിനക്ക് പണം? ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നിന്നെ ചതിക്കുന്നതാണല്ലോ, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ നിന്നെ വഞ്ചിക്കുന്നതാണല്ലോ, ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളിലൂടെ നീ നടക്കല്ല, ഇത് നിന്നെ ചതിക്കും കേട്ടോ. നീ നിന്റെ സമ്പത്ത് മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തോ, അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തോ, പടച്ച റബ്ബിന് വേണ്ടി മാറ്റിവെക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്വഹാബത്തിന്റെ വീടിന്റെ മുമ്പ് പോയിട്ടും അബൂദർ അവിടുന്ന് പ്രസംഗം നടത്തുമായിരുന്നു, അവിടുന്ന് പ്രസംഗം നടത്തുമായിരുന്നു. പടച്ച റബ്ബേ തന്റെ കയ്യിലുള്ള സമ്പത്തും തന്റെ സമയങ്ങളും മുഴുവനും പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്ത സ്വഹാബിയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. അത് ആത്മാർത്ഥമായിട്ട് തന്റെ ദീനിന് വേണ്ടിയായപ്പോ
അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമാണ് അല്ലാഹ് കൊടുത്തിട്ടുള്ളത്. അത് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാ, രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. അല്ലാഹ് നിന്നെ അറിയണോ? അല്ലാഹു നിന്റെ മനസ്സിലേക്ക് കടന്നു വരണോ? വാനലോകത്തുള്ള ഓരോ മലക്കുകളും എന്നെയും നിന്നെയും കുറിച്ചിട്ട് നല്ലത് പറയണോ? നിന്നോട് സലാം പറയണോ? നീ സലാം പറയുമ്പോ നിനക്ക് സലാം മടക്കിക്കൊണ്ട് നിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ വാനലോകത്തുള്ള മലക്കുകൾ കടന്നു വരണോ? അതാ അവിടെ നിന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവേ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയോ? പടച്ചവനെ അവിടെ നിന്ന് പറയുകയാ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹ് അതാ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട് ഉമ്മ, ആ സൂറത്ത് അവിടുന്ന് മുറുകെ പിടിച്ചിരിക്കുകയാ. ആ സൂറത്തിനെ അവിടുന്ന് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്നെടുത്തു നോക്ക്. പരിശുദ്ധമായ റമളാൻ വരുമ്പോ മാത്രം പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓതുന്ന പെണ്ണ്, പഠിച്ചവനെ ഒരു ദിവസം ഒരു യാസീന് പോലും ഓതാതെ മഗ്രിബ് നമസ്കാരം തലകുത്തി മറിഞ്ഞിട്ട് അല്ലാഹുവേ നേരെ മൊബൈൽ ഫോൺ എടുത്തിട്ട് കുത്തിയിട്ട് കളിക്കുന്ന പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ വൈകുന്നേരം നീ വീട്ടിനകത്തു നിന്ന് പുറത്തിറങ്ങിയിട്ട് നീ പിന്നെ വീട്ടിലേക്ക് കയറി വരുന്ന സമയമേതാ മോനെ? 12 മണിയാണല്ലോ, 12:30 1 മണിയാണല്ലോ. പടച്ചുറബി അങ്ങനെ കടന്നു വന്നിട്ട് ഒരു ദിവസം പോലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഒന്ന് ഓതാൻ പോലും പൊന്നു മോനെ നിന്റെ മനസ്സ് നീ കാണിക്കുന്നില്ലയോ? എവിടെയാണ് മോനെ നിനക്ക് വിജയമുള്ളത്? നിന്റെ വീട്ടിനകത്തിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എടുത്തിട്ട് ഒരു യാസീൻ ഓതാനുള്ള മനസ്സ് നിനക്കുണ്ടോ? എടാ, നിന്റെ പ്രയാസങ്ങൾ മാറുമല്ലോ, നിന്റെ വേദനകൾ മാറുമല്ലോ. നിനക്ക് കടമുണ്ട്, നിനക്ക് പ്രയാസമാണ്, നിനക്ക് ഒരുപാട് വേദനകളാണ്, നിന്റെ ബിസിനസ്സിൽ ബറക്കത്തില്ല, നിന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ജീവിതത്തിൽ മേഖലകളിൽ പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരാണ്. അല്ലാഹ് പഠിച്ചവനെ, സൂറത്തുൽ വാഖിഅ എന്ന സൂറത്ത് നിന്റെ വിശുദ്ധമായ ഖുർആനിലുണ്ടടാ. ആ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ നീ ഒന്ന് എടുത്തു നോക്കിയാൽ, അതൊന്ന് എടുത്തിട്ട് നീ ഓരോ ദിവസവും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നീ ഒന്ന് പാരായണം ചെയ്താൽ, ഉമ്മാ നിന്റെ മക്കളെ നീ ഇത് പഠിപ്പിച്ചോ, നിന്റെ ഭർത്താവിന് നീ ഇത് പഠിപ്പിച്ചോ, നീയും ഇത് ചൊല്ലിക്കോ, നീയും ഇത് ഓതിക്കോ. അല്ലാഹുവേ, നിന്റെ വീട്ടിനകത്ത് പിന്നെ ദാരിദ്ര്യം അല്ലാഹ് തരൂല, നിന്റെ ജീവിതത്തിൽ അല്ലാഹ് ദാരിദ്ര്യം പിന്നെ തരൂല, നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരൂലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. പഠിച്ചവനെ, വിശുദ്ധമായ ഖുർആനിനെ മുറുകെ പിടിച്ചിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പതിവായിട്ട് പാരായണം ചെയ്തിരുന്ന സൂറത്ത് ഏതെന്നറിയോ? പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്. വളരെ ചെറിയ സൂറത്താണല്ലോ, വളരെ ചെറിയ സൂറത്താണല്ലോ. പഠിച്ചവനെ,
ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പരിശുദ്ധമായ സൂറത്ത് എടുത്തിട്ടെന്ന് ഓതുക. എല്ലാ ദിവസവും നിനക്ക് കഴിയുന്നത്ര നീ ഒരുപാട് ഓതിട്ട് പതിവാക്കുന്നേ. എന്നിട്ട് റബ്ബിന്റെ മുമ്പിലൊന്ന് ദുആ ചെയ്യ്. എന്നിട്ട് റബ്ബിന്റെ മുമ്പിലൊന്ന് ദുആ ചെയ്യ്. ഈ പരിശുദ്ധമായ സൂറത്തിനെ നീ മുറുകെ പിടിച്ചിട്ട് നടന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ രണ്ട് ക്വാളിറ്റി ഉള്ളത് കൊണ്ട്, ഈ രണ്ട് പവറുകൾ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിനകത്തുള്ളത് കൊണ്ട് അവിടുത്തെ ജീവിതത്തിനകത്ത് മലക്കുകൾ നോക്കുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നോക്കുകയാണ് നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവർ, എന്തേ ചെയ്തത്? ഒന്ന് ദുനിയാവിനെ വെടിഞ്ഞു. എന്ത്? ദുനിയാവിനെ വെടിഞ്ഞു. ഇവിടെ ജീവിക്കാനുള്ള സമ്പത്ത്, ഇവിടെ ജീവിക്കാനുള്ള സമ്പത്ത് വേണ്ട. ഇവിടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മുമ്പ് പോയിട്ട് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ദീനിന്റെ പ്രഭാഷണം നടത്തുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കാം. അല്ലാഹു മനസ്സിലാക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ജീവിച്ചാൽ ഇന്ന് ജീവിച്ചു, അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് കടന്നുപോയ മഹാന്മാരാണ്. നമ്മുടെ മനസ്സിനകത്ത് ഈമാനില്ല. നമ്മുടെ മനസ്സിനകത്ത് ഈമാനില്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്, അല്ലേ? അവന്റെ മനസ്സിനകത്ത് അല്ലാഹു തആല ഈമാനിന്റെ നീരുറവ ഹൃദയത്തിൽ അങ്ങ് പൊട്ടിച്ചു കൊടുത്തു. അതങ്ങോട്ട് ഉറവ പൊട്ടിയപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, മനസ്സിനകത്ത് അല്ലാഹും അവന്റെ പ്രവാചകനും കടന്നു വന്നു. അതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമല്ല. നമ്മൾ പറയാണ്, ഇന്ന് കിട്ടുന്നത് നമ്മുടെ ജീവിത മാർഗത്തിന് ഇന്ന് വേണ്ടി ഉപയോഗിച്ചിട്ട് അത് പാവപ്പെട്ടവർക്ക് മുഴുവനും കൊടുക്കണം എന്ന് നമ്മളെങ്ങാനും എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ചെയ്താൽ നമുക്ക് ബേജാറാണ്, നമുക്ക് പേടിയാണ്. എന്തേ? നമ്മുടെ മനസ്സിനകത്ത് അല്ലാഹുവേ ഈമാൻ കുറവായതുകൊണ്ട്. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകട്ടെ. അല്ലാഹുവിനെ മനസ്സിലാക്കി പാവങ്ങളെ സഹായിച്ച് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകട്ടെ. റബ്ബിന്റെ ദീനിനെ സഹായിക്കാനുള്ള സമ്പത്ത് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ പറയും. അത് വലിയൊരു ഖൈറാണ്. സ്വതക്ക ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നന്മയാണ്, വല്ലാത്ത നന്മയാണ്. അതിന് വേണ്ടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചോനെ, നിനക്ക് നിന്റെ പാവങ്ങളെ കാണുമ്പോൾ ഒരു 10 രൂപയെങ്കിലും അവിടെ കയ്യെ കൊടുക്കാനുള്ള, 10 രൂപയെങ്കിലും അവിടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു സമ്പത്ത് പടച്ചവനെ നീ എനിക്ക് നൽകണേ അല്ലാ എന്നെന്റെ പ്രിയമുള്ളവരെ നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. നമുക്ക് പാർക്കാനുള്ള നല്ലൊരു വീട് വേണ്ടേ? അല്ലേ? നല്ല പാർക്കാനുള്ള നല്ലൊരു വീട്, നമുക്ക് സ്വാലിഹത്തായ ഇണ, സ്വാലിഹായ ഇണ, നല്ല സ്വാലിഹായ ഭർത്താവ്, സ്വാലിഹത്തായ ഭാര്യ. അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ കാര്യം നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നോക്കും. നമ്മുടെ പ്രയാസങ്ങളെല്ലാം പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വേദനകളും എല്ലാം മാറ്റിത്തരുമല്ലോ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളുടെ വേദനകൾക്ക് അറുതി നൽകണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചറബ്ബേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് സമ്പത്തിങ്ങനെ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യരിങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. അല്ലാഹ്
കഴിഞ്ഞ ദിവസം കാസർഗോഡ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പടച്ചവനെ ഒരു ലോകത്തെ നടുക്കിയ ഈ കേൾക്കുന്ന മനുഷ്യന്റെ ഹൃദയം മുഴുവനും അവിടെ നിന്ന് പൊട്ടിപ്പോകുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടല്ലോ. അല്ലാഹുവേ പടച്ചറബ്ബേ, സ്വർണം ഇരട്ടിപ്പിക്കാൻ എന്ന പേരില് അല്ലാഹുവേ ഒരാള് കടന്നു വന്നിട്ട് ജിന്നുമ്മ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരുത്തിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് എത്രയോ 500ഓളം വരുന്ന പടച്ചറബ്ബേ 500 ചില്ലാനോളം വരുന്ന പവനെടുത്തിട്ട് സ്വർണ്ണമെടുത്തിട്ട് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും അത് ഒരുപാട് മന്ത്രങ്ങൾ നടത്തിയാൽ, ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ പടച്ചവനെ അത് ഒരുപാട് ഇരട്ടിയാകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ലോക സമൂഹത്തെ പറ്റിക്കാൻ നോക്കല്ലേ പൊന്നുമോളെ. ഈ സമൂഹത്തെ പടച്ചവനെ പറ്റിച്ചുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധമായ ദീനിനെ കളിയാക്കിക്കൊണ്ട് ദീനിനെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് തട്ടമിട്ടിട്ട് പർദ്ദയിട്ടിട്ട് ഹിജാബിട്ടിട്ട് തലയിൽ തൊപ്പി വെച്ചിട്ട് പരിശുദ്ധമായ ദീനിനെ കളിയാക്കിക്കൊണ്ട് ആളുകളെ പറ്റിച്ചിട്ട് പാവപ്പെട്ടവന്റെ കീശ ചോർത്തിയെടുത്തിട്ട് വലിയ കൊട്ടാരം കെട്ടിയിട്ട് അതിന്റെ ഉള്ളറയിൽ വിലസുന്നവരായിട്ട് മാറണോ ഉമ്മ? അങ്ങനെയൊക്കെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിങ്ങൾ ജീവിച്ചാൽ ഒരു കാലത്ത് പടച്ച തമ്പുരാനുണ്ടല്ലോ, പടച്ച തമ്പുരാനുണ്ടല്ലോ, നിങ്ങളുടെ അടിവേര് അല്ലാഹു തആല പിഴുതെടുക്കുമല്ലോ. പടച്ചവനെ ഇന്ന് ജിന്നുമ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ട് കൊട്ടാര തുല്യമായ ജീവിതം നയിച്ചിട്ട് അല്ലാഹുവേ ആഡംബര ജീവിതം നയിച്ചിട്ട് അല്ലാഹ് ഇതുവരെ ഒരാൾക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം കണ്ടോ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതായ ചരിത്രമാണ് എന്റെ പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അള്ളാന്റെ ദീനിനെ കളിയാക്കാൻ, അള്ളാന്റെ ദീനിനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകള്, ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിന്റെ കാര്യം ഞാൻ നടത്തി തരാം, നീ എനിക്ക് 10,000 തരണം, നീ എനിക്ക് ലക്ഷങ്ങൾ തരണം, ഇത്ര സ്വർണ്ണങ്ങൾ എനിക്ക് തരണം, നിന്റെ കാര്യം ഞാൻ നിനക്ക് നടത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ ഒരാള് കടന്നു വരുമ്പോ മനസ്സിലാക്കിക്കോ, അത് സത്യമല്ല, അത് സത്യമല്ല, സത്യമല്ല. അള്ളാനെ പേടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടിരിക്കുന്ന ഒരാൾക്ക് പഠിച്ചവന് അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ആളുകളെ പറ്റിക്കാൻ കഴിയില്ലടാ. ഒരിക്കലും തന്നെ പടച്ചുറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആ 10,000 മേടിച്ചാ നിന്റെ കാര്യം ഞാൻ നടത്തി തരുമെന്ന് പറയാൻ കഴിയില്ല. പടച്ചുറപ്പേ, അതുപോലുള്ള ചതികളിൽ പെട്ടിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടവരെത്ര പേരാണ്, അഭിമാനം നഷ്ടപ്പെട്ടു പോയത് എത്ര പേരാണ്. പടച്ചുറപ്പേ, കുടുംബ ജീവിതത്തിൽ നാണം കെട്ടു പോയവര്, സമൂഹത്തിൽ നാണം കെട്ടു പോയവര്, തന്റെ വീടും പറമ്പുകളും സമ്പത്തുമെല്ലാം വിറ്റിട്ട് എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്നറിയോ? അതുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുകളിലൂടെ പടച്ചവനെ വിലസി നടക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? പടച്ചുറപ്പേ, ആ പ്രിയപ്പെട്ട സഹോദരനെ തലയിടിച്ചു കൊണ്ട് കൊന്ന പ്രതികള്, പടച്ചുറപ്പേ ആത്മീയ ചൂഷണം നടത്തിയ പ്രതികള്, അവര് എന്തിനാണ് തലക്കകത്ത് സുന്നത്തിന്റെ പേരിലാണോ തൊപ്പി ധരിച്ചിട്ടുള്ളത്? എന്തിനാണ് ഹിജാബ് ധരിച്ചിട്ടുള്ളത്? ഇത്രക്കും വലിയ ചെറ്റത്തരം, ഇത്രക്കും വലിയ മോശത്തരങ്ങള്, ഇത്രക്കും ഒരിക്കലും തന്നെ നമുക്ക് കാണാനും നമുക്ക് കേൾക്കാനും ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് പടച്ചുറപ്പേ കേട്ടുകഴിഞ്ഞാൽ വേദന വരുന്ന, പടച്ചുറപ്പേ അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എന്തിനാ പടച്ചുറപ്പേ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഫർദക്കുള്ളിൽ നടക്കുന്നത്? എന്തിനാ തലയിൽ തൊപ്പിയും വെച്ച് ഹിജാബും ധരിച്ചിട്ട് പടച്ചുറപ്പേ ഇങ്ങനെയൊക്കെ പരിശുദ്ധമായ ദീനിനെ പറയിപ്പിക്കാൻ അല്ലാഹുവേ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ ഒന്ന് മനസ്സിലാക്കിക്കോ, ഒന്ന് മനസ്സിലാക്കിക്കോ. ഈ ദുനിയാവെന്ന് തന്നെ പടച്ചു തമ്പുരാൻ അതിനുള്ള ശിക്ഷ നിനക്ക് തരും കേട്ടോ. അല്ലാഹുവേ പടച്ചുറപ്പേ,
ഒരാളെയും പറ്റിച്ചിട്ട്, ഒരാളെ സമ്പത്തും എടുത്തിട്ട്, ഒരാളുടെ സമ്പത്തും ഒരാളുടെ ഹക്കും പടച്ച റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ല റഹ്മാനെ. അങ്ങനത്തെ ജീവിതം തരല്ല അല്ലാ. അതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് പടച്ച റബ്ബേ എന്താ പാത്തോ എന്തോ പേരുള്ള ഒരു ജിന്ന് ഒരു ആളുടെ റൂഹാനി പെണ്ണിന്റെ മേലേക്ക് കടന്നു വരും. എന്നിട്ട് ഒരു പാത്രത്തിൽ സ്വർണ്ണമെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് അതിങ്ങനെ ഇരട്ടിയാക്കി തരുന്നു. അല്ലാഹു ഇത് കേട്ടാ തന്നെ അറിഞ്ഞൂടെ, ഇത് കേട്ടാ തന്നെ അറിഞ്ഞൂടെ ഈ സ്വർണം ഇരട്ടിയാക്കാൻ പോകുന്ന മണ്ടന്മാരും അല്ലേ? ഇത് സ്വർണം ഇരട്ടിയാക്കാൻ പോകുന്ന മണ്ടന്മാരും അതുകൂടെ ആലോചിക്കണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇത്ര കിട്ട് ഇത്ര തന്നാൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം തന്നാൽ ഞാൻ ഇന്നതങ്ങ് തരും, അതിനേക്കാൾ വാഗ്ദാനങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, അത് തട്ടിപ്പാണ്. നിങ്ങൾ എനിക്ക് ഇത്ര തന്നാൽ, നിങ്ങൾ എനിക്കൊരു സ്വലാത്ത് ചൊല്ലിയാൽ, നിങ്ങൾക്കൊരു നന്മ ചൊല്ലിയിട്ട് ഞാൻ അതിനേക്കാളും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാൻ മാത്രം. അത് മനസ്സിലാക്കണം നമ്മൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. ബാക്കിയുള്ളതൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കോ. അല്ലാഹുവേ, എത്രയോ ഉമ്മമാരെന്നറിയോ അങ്ങനത്തെ ആളുകളുടെ മുമ്പിൽ പോയിട്ട് പടച്ച റബ്ബേ മാനം കെട്ടു പോകുന്നത്. ഇന്ന് ആ ഒരു പ്രതികളുടെ വീട് കാണണം പടച്ച റബ്ബേ. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയപ്പോ അവരുടെ വീടിന്റെ ഒരു പിക്ചർ കണ്ടു. അല്ലാഹുവേ, ഒരു കൊട്ടാരം പോലെ സമാനമായ അറബ് ലോകത്തൊക്കെയാണ് അത്രയ്ക്കും സൗന്ദര്യമുള്ള സമാനമായ വീടുകളുള്ളത്. അങ്ങനത്തെ വീട്ടിന്റെ ഉള്ളിലാണ് എന്റെ പ്രിയമുള്ളവരെ ജിന്നുമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയും കുടുംബവും അവിടെ നിന്ന് പാർക്കുന്നത്. മനസ്സിലാക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളറയിൽ താമസിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെ? ഇതുപോലെ പാപങ്ങളായ ആളുകളുടെ പടച്ച റബ്ബേ മനസ്സിനകത്തേക്ക് പടച്ച റബ്ബേ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് അവരുടെ സമ്പത്ത് അപഹരിച്ചിട്ട് 596 പവനമാണ് എന്റെ പ്രിയമുള്ള അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ഇവര് തട്ടിയെടുത്തത്. അതൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് മറ്റൊക്കെ സ്വരൂപിച്ചിട്ട് ഈ പാവം അത് കൊണ്ടേ കൊടുക്കുക. ഒന്ന് ആലോചിച്ചോക്കാണെ നിങ്ങൾ. എന്താ ആഗ്രഹം? ദുനിയാവ് വേണം. ഇതാ പറഞ്ഞത് മോനെ, നിന്റെ ദുനിയാവ് ചതിക്കും. ദുനിയാവിന്റെ സമ്പത്തും ദുനിയാവിന്റെ ആഡംബരങ്ങളും ദുനിയാവിന്റെ പറുദീസകളും നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാര് മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാര് മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവ് നിന്നെ ചതിക്കും. ദുനിയാവിനെ ആഗ്രഹിച്ചാൽ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടാനില്ല. സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാതെയായിട്ട് മാറും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, പടച്ചോനെ ഞങ്ങൾക്ക് ബോധം നൽകണേ റഹ്മാനെ. മനസ്സ് നീ ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. പടച്ചോനെ, അതുപോലുള്ള ചതികളിൽ പോയിട്ട് പടച്ചോനെ നീ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യണം പടച്ചോനെ. അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നിങ്ങൾ ആ അവസ്ഥ, ആ വാർത്തയൊക്കെ ദിവസങ്ങളോളം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി എന്റെ പ്രിയമുള്ളവരെ, സങ്കടപ്പെട്ടു പോയി. ഇത്രയ്ക്കും ബിസിനസ് മേഖലകളിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരാള് ഇങ്ങനത്തെ ചതികളെ തിരിച്ചറിയാൻ കഴിയാത്ത ആളോ എന്ന് ചിന്തിച്ചു പോയി. അല്ലാഹുവേ, പടച്ചോനെ, ആ മരണപ്പെട്ടു പോയി അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ, നീ മഗ്ഫിറത്തും റഹ്മത്തും നീ കൊടുക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, അല്ലാഹുവേ, മഗ്ഫിറത്തും റഹ്മത്തും നീ നൽകണേ റബ്ബേ. ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചോനെ, ആ മരിക്കുന്ന സമയത്ത് തല ഇടിച്ച് മുഖത്തിലൂടെ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചിട്ട് പടച്ചോനെ ഇതൊക്കെ ചികിത്സയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് തലങ്ങനെ ചോരിലിടിക്കാതെ അങ്ങനെ ഇടിച്ചിട്ട് ആ മനുഷ്യനെ കൊന്നു കളഞ്ഞെന്റെ പ്രിയമുള്ളവർ. അല്ലാഹുവേ, ഒന്ന് ആലോചിച്ചോക്കാൻ നിങ്ങളെ അവസ്ഥ, ആ ഒരു സമയം ആ മനുഷ്യൻ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ? എത്ര വേദന ആ സമയത്ത് ആ പ്രിയപ്പെട്ട വാപ്പ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രതികൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ട് അവിടെ പിന്നെ വല്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കണം. പോലീസുകാർക്ക് വരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. അവസാനം അവർ ലാത്തി വീശേണ്ട അവസ്ഥ വരികയാണ്. എത്ര ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് അല്ലേ? അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റഹ്മാൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ.
എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകണം. അല്ലേ? ഭർത്താവിൽ ബറക്കത്ത് വേണം, ഭാര്യയിൽ ബറക്കത്ത് വേണം. വേണ്ടേ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തില് അല്ലാഹുവേ, ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് ആഗ്രഹിക്കാത്തവരാരാണ്? അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരാളുമില്ല. പടച്ച റബ്ബേ, ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. എത്രയോ ഉപ്പമാര്, വാപ്പമാര്, ഉമ്മമാര് അവിടുന്ന് പറയാറുണ്ട്, ഉസ്താദേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? ഞങ്ങൾക്കൊന്ന് ദുആ ചെയ്യുമോ? പടച്ച റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്രയോ ബാപ്പമാരാണ് പറയാറുള്ളത്, നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഭാര്യയിലെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഭർത്താവിനെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് എന്ന് നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട്. അല്ലാഹുവേ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, അതാവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരും വിവാഹിതരായി. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള്. മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. തിരിച്ചും അങ്ങനെ തന്നെയാണ് തന്റെ പ്രവാചകരായ, എന്റെ പിതാവായ, ലോകത്തിന്റെ നായകനായ മുത്തുനബിയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും വല്ലാത്ത സ്നേഹമാണ്. പടച്ച റബ്ബേ, അലിയാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് അവിടുന്ന് പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളെ കൊടുത്തിട്ട് അല്ലാഹുവേ, അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ച റബ്ബേ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ, ആ പരിശുദ്ധമായ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ അവിടുന്ന് പറയുകയാണ്, റസൂലല്ലാഹ്, മോളെ ഫാത്തിമ, ഞാൻ കടന്നു വരാതെ വാതിലടക്കല്ല ഫാത്തിമ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള അവിടുന്ന് പറയുകയാണല്ലോ, റസൂലുള്ള അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവേ, പടച്ച റബ്ബേ, കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറയുന്നവരാണല്ലോ. എന്റെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിവാഹം ഉറപ്പിച്ചു വെച്ചവരുണ്ടല്ലോ, വിവാഹ പ്രായത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ. പടച്ച റബ്ബേ, പഠിക്കുന്ന മക്കളാണ്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, അനുയോജ്യമായ വധുവരന്മാരെ ലഭിക്കാൻ അവിടുന്ന് ദുആ ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നിക്കാഹിന്റെ തലേ ദിവസങ്ങളിലോ അല്ലാഹുവേ, മദ്യക്കുപ്പി പൊട്ടിച്ചിട്ട് ആവേശം കൊള്ളുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ ബാപ്പമാരുണ്ടെന്നറിയോ? പടച്ച റബ്ബേ, എത്രയോ ചെറുപ്പക്കാരുണ്ട്, തന്റെ കൂട്ടുകാർക്ക്, തന്റെ കൂടെ പിറപ്പുകൾക്ക്, തന്റെ വീട്ടിലുള്ളവർക്ക് മദ്യം വിളമ്പി കൊടുക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ടെന്നറിയോ? പടച്ചവനെ, അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ തിരുസുന്നത്താണ് എന്റെ പ്രിയമുള്ളവരെ നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹിന്റെ വേദി പോലും അലങ്കോലമാക്കുന്ന രീതിയിൽ അല്ലാഹുവേ നിക്കാഹ് നടത്തുന്ന എത്രയോ സ്ഥലങ്ങളുണ്ടെന്നറിയോ? എത്രയോ വേദികളിൽ നിന്ന് പടച്ച റബ്ബേ, പള്ളിയിലെ ഇമാമികള്, ഉസ്താദന്മാർ ഇറങ്ങി പോരേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടെന്നറിയോ?
അങ്ങനെയൊക്കെ പടച്ചറബേ നിക്കാഹിന്റെ കോലാഹലങ്ങളായിക്കൊണ്ട് നടത്തുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ തിരുസുന്നത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ എത്രയോ ചെറുപ്പക്കാരാണ്, കുടുംബങ്ങളാണ് പടച്ചറബേ പെരുമാറുന്നത്. എടാ, സുന്നത്തായ കർമ്മങ്ങൾ നടക്കുമ്പോ സിനിമാ പാട്ടുകളും ഡാൻസുകളും വീട്ടിനകത്ത് വിളിച്ചു വരുത്തിയിട്ട്, പാർട്ടി ടീമുകളെ വിളിച്ചു വരുത്തിയിട്ട് പടച്ചവനെ അവിടെ ഹറാമ് കാട്ടുന്ന എത്രയോ കുടുംബങ്ങളാ. ഇതൊക്കെ പറയുമല്ലോ ഉസ്താദേ, ഇതൊക്കെ പുതിയ തലമുറയാണ്, ഇതൊക്കെ പുതിയ തലമുറകളാണ്, ഇതൊക്കെ പുതിയ കാലഘട്ടമാണല്ലോ, ഇതൊക്കെ വേണമല്ലോ, ഇതൊക്കെ അത്യാവശ്യമാണല്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നീ മനസ്സിലാക്കിക്കോ പൊന്നുമോനെ, നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂലടാ. നിന്റെ പരിശുദ്ധമായ തിരുസുന്നത്തിന് വേണ്ട രൂപത്തിൽ നീ ആഘോഷങ്ങൾ കടക്കാതെ പടച്ചറബേ നിന്റെ ആഘോഷങ്ങൾ അതിര് കടന്നാൽ പടച്ചവനെ നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂല, നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂല. നിന്റെ ഭാര്യയിൽ നിന്നും ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമല്ലോ, നിന്റെ ഭർത്താവിൽ നിന്ന് അല്ലാഹു തആല ബർക്കത്തിനെ എടുത്തു കളയുകയാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലോ ഞങ്ങളുടെ മക്കളുടെ കുടുംബ ജീവിതത്തിലോ അല്ലാഹുവേ പടച്ചവനെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ തിരുസുന്നത്തിനെ ആത്മാർത്ഥമായിട്ട് നടത്ത്. പള്ളിയിൽ വെച്ചിട്ട് നീ നടത്തടാ, ആ പരിശുദ്ധമായ തിരുസുന്നത്തിനെ പള്ളിയിൽ വെച്ചിട്ട് നീ നിക്കാഹ് നടത്ത്. എന്നിട്ട് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കോ, തങ്ങന്മാരെ കൊണ്ട് നീ ദുആ ചെയ്യിപ്പിക്കോ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ സാലിഹീങ്ങളായ ആളുകളുടെ ചാരത്ത് പോയിട്ട് മോനെ നീ ഒന്ന് തലയിൽ കൈ വെച്ചിട്ട് ദുആ ചെയ്യിപ്പിച്ചോ. എന്നിട്ട് പറ, ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് തങ്ങളെ, ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഉസ്താദ്. എന്റെ ജീവിതത്തിൽ ഒന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് അവരൊന്ന് കൈവത്തിയിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ദുആ ചെയ്യുമ്പോ നമ്മുടെ വിഷമങ്ങൾ തായിറങ്ങുമല്ലോ, നമ്മുടെ വേദനകൾ തായിറങ്ങുമല്ലോ. പടച്ചവനെ നമുക്ക് ബർക്കത്ത് അല്ലാഹു തആല ചൊരിഞ്ഞു തരുമല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്തോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ദുആ ചെയ്തോ. പടച്ചവനെ, കഴിഞ്ഞ ദിവസങ്ങളില് കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. പടച്ചവനെ, വീഡിയോ കാണുകയാണ്. പുതിയ ആപ്പിള വരുന്ന കോലം എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവേ, പുതിയ ആപ്പിളെ പിടിച്ചിട്ട് തന്റെ കൂടെയുള്ള കൂട്ടുകാര് തൊട്ടടുത്തുള്ള പാടത്തില് ചളിയിൽ മുക്കിയിരിക്കുകയാണ്. ആ ചളിയിൽ മുങ്ങിയ ഡ്രസ്സുമായി കൊണ്ട് പടച്ചവനെ ഒരുപാട് ആളുകള് തലയിലൂടെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് പടച്ചവനെ എറിഞ്ഞിട്ടുണ്ട്. ശരീരത്തിലൂടെ ഒരുപാട് അഴുക്കുകളാണ്, ശരീരത്തിൽ അഴുക്കുകൾ നിറഞ്ഞുകൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന മണിമാരന് പോനെ, അന്നത്തെ ദിവസം പോലും നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ, അന്നത്തെ ദിവസം പോലും നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ ബർക്കത്തുണ്ടടാ. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ബർക്കത്തുണ്ടോ പൊന്നുമോനെ? അല്ലാഹുവേ, പടച്ച റബ്ബേ, ചെറുക്കനെയും പെണ്ണിനെയും മണിയറയുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ആ മണിയറയുടെ ചുറ്റും നിന്ന് കൊണ്ട് പടക്കം പൊട്ടിക്കുന്ന മദ്യപിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയോ? മോനെ, അല്ലാഹുവിന്റെ റസൂലിനെ മറക്കല്ലടാ. മുസ്ലിമിന്റെ കല്യാണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം പേരിട്ടിട്ട് മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് ആ പരിശുദ്ധമായ തിരുസുന്നത്തിനെ നമ്മൾ ഇങ്ങനെ അവഹേളിച്ചാൽ അല്ലാഹ് നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകർ തിരുസുന്നത്തിനെ ഇങ്ങനെ നമ്മൾ അവഹേളിച്ചാൽ, നമ്മളൊന്നും തന്നെ ഇല്ലാതാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നഷ്ടം തരുമല്ലോ.
മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ പടച്ച റബ്ബേ അലി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവേ അലി റളിയല്ലാഹു തആല അൻഹു രണ്ട് പേരെയും ഇങ്ങനെ വിളിക്കുകയാ. എന്നിട്ടതാ റസൂൽ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. ഫാത്തിമ ബീവിയെ തന്റെ വലത് ഭാഗത്ത് നിർത്തി അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്റെ ഇടത് ഭാഗത്തേക്ക് നിർത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. അല്ലാഹുവേ പടച്ച റബ്ബേ നിന്നോട് ഞാൻ ഇതിനെ ഖൈറിനെ ചോദിക്കുന്നു. وخير ما جبلتها وخير ما جبلتها عليه وأعوذك من شرها ومن شر ما جبلتها عليه. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വിഭാഗത്തില് ഈ നിക്കാഹില് എല്ലാവിധ ഖൈറും പടച്ച റബ്ബേ നീ നൽകണേ അല്ലാഹ്. ഇതിൽ എല്ലാ ശർറുകളിൽ നിന്നും കാക്ക് അല്ലാഹ്. ശർറുകളെ തട്ടി മാറ്റി അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ട് മണിയറിയിലേക്ക് കയറ്റി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, പടച്ചോനെ ഇതിലെ ഖൈർ കൊണ്ട് അല്ലാഹ് എന്നെങ്കിലും ദുആ ചെയ്യാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബേ, ഓരോ വിവാഹ പ്രായങ്ങൾ എത്തിയ പെൺകുട്ടികളും ചെറുപ്പക്കാരും അവിടെ വിവാഹ ദിവസത്തിന്റെ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ എൻ്റെ പ്രിയമുള്ളവരെ നെഞ്ചു തകർന്നു പോകും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയാണ് ഇത്രയ്ക്കും മോശപ്പെട്ട രൂപത്തിൽ ആക്കി തീർക്കുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിനകത്ത് ചിന്തിച്ചു പോകും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മളെ നന്മയിലാക്കട്ടെ. കുടുംബ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. സമാധാനം, സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പടച്ചവനെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് 5 മാസമേ ആയിട്ടുള്ളൂ. പടച്ച റബ്ബേ, അല്ലാഹുവേ, 5 ദിവസം കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പയേക്കും ആ പ്രിയപ്പെട്ട പൊന്നുമോളെ, എൻ്റെ പ്രിയമുള്ളവരെ, വിധി വന്നു. ആ പൊന്നുമോള് ലോകത്തോട് വിട പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, കണ്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി, കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. നമ്മുടെ മക്കളെ അല്ലാഹുവേ നീ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നേഹ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരി, ആ പെൺകുട്ടി, എൻ്റെ പ്രിയമുള്ളവരെ, തന്റെ നിക്കാഹ് കഴിഞ്ഞ തന്റെ ഭർത്താവിന്റെ കൂടെ ഒന്ന് സ്കൂട്ടറിൽ യാത്ര പോയതാണ്. പടച്ച റബ്ബേ, നിക്കാഹ് കഴിഞ്ഞിട്ട് വെറും 5 ദിവസം മാത്രമേ എൻ്റെ പ്രിയമുള്ളവരെ ആയിട്ടുള്ളൂ. 5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പടച്ചവനെ, ആ പ്രിയപ്പെട്ട പൊന്നുമോള് കടന്നു പോകുന്നതിനിടയിൽ ഒരു വലിയ ക്രെയിന് വന്ന് ആ പൊന്നുമോളെ ശരീരത്തിലൂടെ കയറി. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടി ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ, എന്തൊരു വേദനയായിരിക്കും ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്തൊരവസ്ഥയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്തൊരു വിഷമമാണ് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. നല്ല ഈമാനുള്ള മരണം തരണേ റബ്ബേ. ആ പൊന്നുമോൾ പടച്ചവനെ, അല്ലാഹുവേ പടച്ചവനെ, നേഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കി റബ്ബേ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ ഭാര്യ എന്ന് കണ്ടറിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മനസ്സ് ചേർത്ത് വെച്ച പെണ്ണ. പക്ഷേ കുറഞ്ഞ ദിവസം മാത്രമേ അല്ലാഹു തആല ആയുസ് കൊടുത്തുള്ള ഒരു ബന്ധത്തിന്. അല്ലാഹുവേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി സഹോദരങ്ങളെ, കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ, അറിയാതെ കരഞ്ഞു പോയി ആ ഒരു വാർത്ത കണ്ടപ്പോൾ. ആ ചെറുപ്പക്കാരൻ എങ്ങനെ സഹിക്കും അത്? ആ പൊന്നുമോളെ മയ്യത്ത് കാണാൻ എങ്ങനെ ആ ചെറുപ്പക്കാരന് സാധിക്കും? പടച്ച റബ്ബേ, തന്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഭർത്താവിന്റെ ഒരു കുടുംബത്തിലേക്ക് ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ട് പോയതാണ്.
പടച്ചോനെ ആ പോയി വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന വന്നത്. ഇതാണ് എൻ്റെ പ്രിയമുള്ളവരെ, മരണം എന്ന് പറഞ്ഞ ഏത് സമയത്ത് എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വരിക എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഏത് സമയത്തും ഞാൻ മരിക്കും, എന്റെ മുമ്പിലേക്ക് മരണം കടന്നു വരും എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിനകത്ത് കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമുക്കറിയില്ല ഈ പൊന്നുമോളും ആ ചെറുപ്പക്കാരൻ വിചാരിച്ചു, പഠിച്ചവനെ ഞാൻ ഇന്നാലിന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും, ഞാൻ ഇന്നാലിന്ന സമയത്ത് എൻ്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലും, ഞങ്ങൾ ഒന്നിക്കും, ഞങ്ങളുടെ ജീവിതം സന്തോഷമാകും, ഞങ്ങൾക്ക് സന്താനങ്ങൾ ജനിച്ച് ഞങ്ങൾ നല്ലൊരു കുടുംബമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനിടയിൽ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കും എന്ന് വിചാരിച്ച കുടുംബമാണ്. പക്ഷെ ഇന്ന് ആ പൊന്നുമോൾ 6 അടി മണ്ണിലാണ്. ഒന്നാലോചിച്ചു കാണികൾ. അല്ലാഹുവേ പടച്ചോനെ, കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി സഹോദരങ്ങളെ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഏത് സമയത്തും അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. നമ്മൾ അറിയില്ല പടച്ച റബ്ബേ ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് മരണം വരുന്നത് എന്ന് പറയാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുക.